ഹലോ എവ്രി വൺ, കുറേ ലോലോലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു അച്ചാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ലോലോലിക്കയൊക്കെ അച്ചാറിട്ട് വയ്ക്കാനൊക്കെ നമുക്ക് മടിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതെന്നാൽ നല്ലൊരു ഈസി വേ ആണ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമുക്കൊരു 1/4 കിലോ ലോലോലിക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ലോലോലിക്ക നോക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടിയത് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇതെല്ലാം അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വെച്ച്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പൗഡറായിട്ട് പിക്കിൾ പൗഡർ 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ. നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇടാം. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ പൗഡറുകൾ, പിക്കിൾ പൗഡറും കാശ്മീരി ചില്ലി പൗഡറും, അത് രണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ പൗഡർ നേരെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുന്ന കാരണം നമ്മുടെ അച്ചാറിന് നല്ല ഗ്രേവി ഒന്നും കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പേസ്റ്റാക്കി ചേർക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ പേസ്റ്റാക്കിയതും അതുപോലെ തന്നെ പിക്കിൾ പൗഡർ പേസ്റ്റാക്കിയതും ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെള്ളം വറ്റി എണ്ണ തെളിയണം, അത്രയും നേരം വഴറ്റണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. 1/2 കപ്പ് വെള്ളവും ചേർക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ലോലോലിക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ലോലോലിക്ക നല്ല സോഫ്റ്റായിട്ടൊന്ന് വരണം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ എടുത്ത് വയ്ക്കാം. ചോറൊക്കെ ഉണ്ണാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. ഈ നോയമ്പ് കാലത്തൊക്കെ മീനും ഇറച്ചിയൊന്നും ഉപയോഗിക്കാത്തപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഉഗ്രനാണ്. നല്ലൊരു ഗ്ലാസ് കുപ്പിക്കകത്ത് അടച്ചു വെച്ചിരുന്നാൽ കുറേ കാലം കേടുകൂടാതെ വെളിയിലിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങളോടെ ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. ചോറ്, ഇച്ചിരി തോരൻ, മെഴുക്കുവരട്ടി, ഈ ഒരൊറ്റ ഒരു ലോലോലിക്കയും ശകലം ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ലോലോലിക്കയൊന്നും കളയരുത്, എളുപ്പമെന്നുള്ള ഈ 3 അച്ചാർ ഉണ്ടാക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഉടനെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.